ഗേൾസ്, ഞാൻ സംഗീത. ഇത് എന്റെ യൂട്യൂബ് ചാനലാണ്. ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്യൂച്ചറിൽ ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. സോ ഞാൻ ഓൾറെഡി ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയറിന്റെ ടെക്സ്ചർ ഏകദേശം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത് ഇങ്ങനെയായിരുന്നു. എൻ്റെ ഹെയറിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ബേബി ടെക്സ്ചർ ആയിരുന്നു കേട്ടോ ബിഫോർ. അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഏകദേശം ഒരു 8 മന്ത്സിന്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ ഹെയർ ബോട്ടോക്സ് ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളതും അതിന്റെ പ്രോസും കോൺസും ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പ്രോസ് പറഞ്ഞുതരാം. അതായത് എൻ്റെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ഹെയർ കളർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ കളർ ചെയ്യുന്ന ഒരാളാണ്. സോ നല്ല എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ടെക്സ്ചർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ കുറച്ചും കൂടി മാനേജബിൾ ആയി, കുറച്ചുകൂടി സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് മാറി. അതേപോലെ തന്നെ ഹെയറിൽ നല്ല സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടായിരുന്നു. സോ സ്പ്ലിറ്റ് എൻഡ്സ് കുറഞ്ഞു. പിന്നെ ഓൾറെഡി ഒരു കൈൻഡ് ഓഫ് വേവി ആയതുകൊണ്ട് ആ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ചുകൂടി നല്ല ലെങ്ത് ഒക്കെ വെച്ച പോലത്തെ ഒരു ഫീൽ ആയി. ഹെയർ കോംബ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല മാനേജബിൾ ആയിട്ട് മാറി. ഇനി ഞാൻ ഡിസഡ്വാൻറ്റേജിനെ പറ്റി പറയാം. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ എൻ്റെ സ്കാൽപ്പ് ഫുള്ള് പ്രൊഡക്റ്റ് ബിൽഡപ്പ് നിറഞ്ഞു. അതേപോലെ തന്നെ ഡാൻഡ്രഫും. അത്യാവശ്യം നല്ല ഹെയർ ഫോൾ ഉണ്ടാവാൻ തുടങ്ങി. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ചിട്ട് ഹെയർ വാഷ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്കാൽപ്പ് ഫുള്ള് ഓയിൽ പ്രൊഡക്ഷനും കൂടാൻ തുടങ്ങി. ബോട്ടോക്സ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ബോട്ടോക്സ് മാത്രം ചെയ്താൽ പോരാ, അതിനുശേഷം നമ്മൾ നല്ലൊരു ഷാമ്പൂലും കണ്ടീഷണറിനും വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ഏകദേശം ഒരു 3000 റുപ്പീസിന്റെ അറൗണ്ട് ആവും. അതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് മന്ത്ലി സ്പാ കൂടി ചെയ്യേണ്ടി വരും ഫോർ പ്രോപ്പർ മെയിൻ്റെനൻസ്. ഹെയർ ഫോളും ഡാൻഡ്രഫും കൂടാതെ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു. എൻ്റെ ഈ നെറ്റിയിൽ മൊത്തം ചെറിയ ചെറിയ കുരുകൾ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 8 മാസത്തിന്റെ അടുത്താണ് ഈ ബോട്ടോക്സ് മുടിയിൽ നിൽക്കുന്നത്. അത് പോയതിനു ശേഷം നമ്മളെ മുടി പിന്നെയും ഒന്നെങ്കിൽ ആ ഒരു എക്സ്ട്രീം ഡ്രൈ കണ്ടീഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു പകുതി വേവി പകുതി സ്ട്രെയിറ്റൻ ആയിട്ടുള്ള ഒരു ലുക്കിൽ നിൽക്കും. അപ്പം മിക്കവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് പിന്നെയും പോയിട്ട് ചെയ്യും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങളെ ഹെയർ നല്ല ഡാമേജ്ഡും ലോ പോറോസിറ്റിയും നല്ല എക്സ്ട്രീം ഡ്രൈയും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോട്ടോക്സ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഓഫേഴ്സിന്റെ പിന്നാലെ പോവാതിരിക്കുക. നല്ല സലൂൺസും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽസിന്റെ അടുത്ത് പോവാം. സോ ഫ്രം മൈ എക്സ്പീരിയൻസ്, നിങ്ങളെ ഹെയർ അധികം ഡാമേജ്ഡ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം ട്രീറ്റ്മെന്റ്സ് ഒന്നും എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അതല്ല, ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.